ഇത്രയും നേരമായ കുഴിയാണല്ലേ? എത്രയും പെട്ടെന്ന് കുട്ടിയെ പുറത്തെടുക്കാനുള്ള ഏർപ്പാടുണ്ടാക്കണം. ഇപ്പൊ തന്നെ കുറെ അധിക നേരമായി വീണിട്ട്. ഈ കുഴിയുടെ ആഴം എങ്ങനെയാ? 150 അടിയുണ്ട്. 150 അടിയോ? അപ്പൊ കുഞ്ഞ് വീഴ്ചക്കടിയിൽ ഭാഗ്യത്തിന് എവിടെയോ സ്റ്റക്കായിരിക്കുക. ചെറിയൊരു അനക്കമുണ്ടായാൽ പോലും കുട്ടി. നമുക്ക് വല്ല കമ്പിയോ ഹൂക്കോ വെച്ച് പൊക്കിയെടുക്കാൻ നോക്കിയാലോ? അതൊക്കെ ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കി സാർ. അത് കൂടുതൽ അപകടം ഉണ്ടാക്കിയത്. കുഞ്ഞ് വീണ്ടും സ്ലിപ്പ് ചെയ്ത് താഴോട്ട് പോയി. ഓഹോ, അങ്ങനെയാണെങ്കിൽ കുഞ്ഞ് ഇനിയും താഴോട്ട് സ്ലിപ്പ് ആകാതെ നോക്കണം. എന്ന് വെച്ചാൽ ആദ്യം കുഞ്ഞിരിക്കുന്നതിന് താഴെ ബ്ലോക്ക് ചെയ്യണം. നമ്മുടെ ആ ചെറിയ ലാഡർ ഉപയോഗിച്ച് എങ്ങനെയെങ്കിലും. അതെങ്ങനെ ഇത്ര ചെറിയ കുഴിക്കകത്ത്? മാത്രമല്ല കുഞ്ഞ് അതിന്റെ അകത്ത് സ്റ്റക്കായിരിക്കല്ലേ? ഈ കുഴിയെ യാതൊരു കാരണവശാലും ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. അതല്ലാതെ മറ്റെന്തെങ്കിലും മാർഗം? സാർ, നമുക്ക് ഈ കുഴിയിൽ നിന്ന് അല്പം വിട്ടുമാറി സൈഡിൽ നിന്ന് മറ്റെങ്ങനെയെങ്കിലും. സൈഡിൽ നിന്ന് എന്ത് ചെയ്യാൻ? അല്ല, ആ പറഞ്ഞതിലൊരു ചെറിയ കാര്യമുണ്ട്. കറക്റ്റ്. ഈ കുഴിയെ ഡിസ്റ്റർബ് ചെയ്യാതെ മറ്റൊരു കുഴിയെടുത്ത് അതിൽ നിന്നും ഓപ്പറേറ്റ് ചെയ്യാ. അവിടെ ഒന്നും അടിവശം ബ്ലോക്ക് ചെയ്യാമല്ലോ. അപ്പൊ 10-18 അടി ആഴത്തിൽ വലിയൊരു കുഴി വേണ്ടേ? വേണം. 2-3 പേർക്ക് നിന്ന് പെരുമാറാനുള്ള വലിപ്പവും വേണം. എന്നാ പിന്നെ ഒട്ടും വൈകിക്കണ്ട സാർ. നമുക്ക് ഇത് പിറ്റ്. ഇതാ ഇവിടെയാ കുട്ടിയിരിക്കുന്നത്. നമ്മൾ ഇപ്പൊ കുഴിക്കുന്ന കുഴി ഇതാ ഇവിടെ വരെ കുഴിക്കണം. ഇവിടെയാണ് ബ്ലോക്ക് ചെയ്യുന്നത്. എങ്ങനെ? അത് വല്ല പലകയോ കട്ടപ്പാരയോ വല്ലതും വെച്ച് ബ്ലോക്ക് ചെയ്യണം. കുഞ്ഞിരിക്കുന്ന കുഴിക്കും നമ്മളെടുക്കുന്ന കുഴിക്കും തമ്മിൽ 6 അടി അകലമില്ലേ? ഉണ്ട്. അപ്പൊ പിന്നെ എങ്ങനെ ബ്ലോക്ക് ചെയ്യുന്നേ? ഇപ്പൊ നമ്മൾ കുഴിക്കുന്ന കുഴിയുടെ അടിവശം കുറെ കൂടി ചരിച്ചു വെട്ടി മറ്റേ കുഴിയിലേക്ക് ഒരു പാസേജ് ഉണ്ടാക്കണം. യു മീൻ ലൈക്ക് എ ടണൽ? അതെ, ഒരു ചെറിയ തുരങ്കം. ആ തുരങ്കത്തിലൂടെയാണല്ലോ നമ്മൾ കുഴി ബ്ലോക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതെ. അങ്ങനെയാണെങ്കിൽ അതേ തുരങ്കം അല്പം കൂടി വലുതാക്കിയാൽ അതിലൂടെ കുഞ്ഞിനെ നമുക്ക് പുറത്തെടുക്കാമല്ലോ. ഗ്രേറ്റ്. അതെ, നിങ്ങൾ എന്ത് ചെയ്യുകയാണെങ്കിൽ അത് ഉടനെ വേണം. കുട്ടിക്ക് ഈ അവസ്ഥയിൽ തുടരാൻ പറ്റില്ല. ഓക്സിജൻ തീർന്നു. ഇത്ര പെട്ടെന്നോ? നേസൽ ഫീഡിംഗ് അല്ലല്ലോ, കുറെ അധികം വേണ്ടി വരും. മോളെ മോളെ മാളൂട്ടി, മോളെ മഴക്കോളുണ്ട്, പെയ്തേക്കും. അയ്യോ, കുഴിയിൽ വെള്ളം വീഴുമല്ലോ. വണ്ടിയിലെ ടാപ്പാളും കാണുമല്ലോ. ആ വണ്ടിയിലെ ടാപ്പാളിന് കയറി എടുക്കേ. വേണോട്ടെ, ഓക്സിജൻ വന്നു. ഇതങ്ങോട്ട് മാറ്റേ. മോളെ വേഗത്തിൽ അവിടെ ചോട്ട്. ഡോക്ടർ പ്ലീസ് സ്പീഡ് അപ്പ്. വേഗം കൊണ്ടുപാടോ, മഴ വേണ്ടി കണ്ടില്ലേ? ഇത് ഒരുപാട് സമയമെടുക്കുന്ന ഒരു പ്രോസസ് ആണല്ലോ. 18 അടി താഴ്ചയും 8-10 അടി വീതിയും വേണ്ടേ? എങ്ങനെയായാലും രാത്രി മുഴുവൻ എടുക്കും. അത്രയും നേരം കുട്ടിക്ക് കുഴിക്കാത്ത കഴിയാൻ പറ്റില്ല. ഹി കാൻ സിംപ്ലി സ്റ്റാൻഡ് ഇറ്റ്. ഡോക്ടർ, നമ്മൾ പിന്നെ വേറെ എന്ത് ചെയ്യണം? എന്തെങ്കിലും മെഷീനറി ഉപയോഗിക്കണം. മെഷീനറി എന്ന് പറഞ്ഞാൽ എർത്ത് മൂവിങ്ങുള്ള എക്യുപ്മെന്റ്സ് എന്തെങ്കിലും, റെഗോ, എക്സ്കവേറ്ററോ, സംതിങ് ലൈക്ക് ദാറ്റ്. രണ്ടും പ്രാക്ടിക്കൽ അല്ല. ഈ പരിസരത്തെങ്ങും ഇത് രണ്ടും കിട്ടാനുമില്ല. ഇനി അത് ഉള്ളിടത്തുനിന്ന് വരുത്താമെന്ന് വെച്ചാൽ തന്നെ ദിവസങ്ങൾ എടുക്കും. അല്ല സാർ, ഈ കുഴി കുഴിക്കാൻ ഉപയോഗിച്ച അതേ മെഷീൻ നമുക്ക് ഒന്നുകൂടി ഇവിടെ എത്തിക്കാൻ കഴിഞ്ഞാൽ? അതുകൊണ്ട് പരമാവധി ഒരടി വട്ടമുള്ള കുഴിയല്ലേ കുഴിക്കാൻ പറ്റൂ. കാര്യമില്ല. ഒരടി വട്ടമുള്ള ഒരു കുഴി കുഴിക്കാൻ പറ്റുമല്ലോ. എന്നിട്ട് അതിലെങ്ങനെ ആളിറങ്ങും? അതിലാളിറങ്ങില്ല. അത് തന്നെ പറഞ്ഞത്, അത് വേസ്റ്റ് ആണ്, ഒരു പ്രയോജനവും ഇല്ല എന്ന്. പ്രയോജനമുണ്ടോ ഇല്ലയെന്ന് ചെയ്ത് നോക്കുമ്പോഴല്ലേ അറിയൂ. അത്ര ഉറപ്പാണെങ്കിൽ പിന്നെ നിങ്ങൾ തന്നെ അങ്ങ് ചെയ്തോ. ഞാൻ പറഞ്ഞു ഇങ്ങെടുത്തു. ഫയർ എഞ്ചിൻ ഉണ്ട്, ഫയർ പാർട്ടീസ് ഉണ്ട്, എന്ത് വേണമെങ്കിൽ പറഞ്ഞോളൂ. ഈശ്വരനെ ഓർത്ത് നിങ്ങൾ ഈ കുഞ്ഞിന്റെ ജീവന അപകടത്തിൽ. അത് ഇങ്ങനെ കൂടി തോന്നണ്ടേ? ഇതൊന്നും ആരും ചെയ്തു നോക്കിയിട്ടുള്ള കാര്യങ്ങളല്ല. ഇത്തരം ചുറ്റുപാടിൽ നമ്മൾ പല രീതികളും ആലോചിക്കേണ്ടി വരും. ഈ പറഞ്ഞ മെഷീൻ ഉപയോഗിച്ച് ഒരു കുഴി ഉണ്ടാക്കാമല്ലോ. അടുപ്പിച്ചടുപ്പിച്ച് കുറച്ചധികം കുഴികൾ കുഴിക്കണം. ഒരു 5-8 എണ്ണം. എന്നിട്ട് കുഴികൾക്കിടയിലുള്ള ഭാഗം മാനുവലായി തട്ടിക്കളഞ്ഞാൽ അതൊരു വലിയ കുഴിയോ. ഒരു കുഴിയെടുക്കാൻ എത്ര സമയം വേണം? 10-15 മിനിറ്റ് മതി നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ച് ഒരു കുഴിക്ക്.
അപ്പൊ 2-3 മെഷീൻ സംഘടിപ്പിച്ചാൽ പെട്ടെന്ന് കുറെ കുഴികൾ എടുക്കാം. പക്ഷേ എന്റെ അറിവിൽ ഒരു എക്യുപ്മെന്റ് ഉള്ളല്ലോ. എന്തായാലും ദാസേ, നമ്മുടെ കുര്യാക്കോസിന്റെ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ചെന്ന് കാര്യം പോലെ സാധനം കൊടുത്തോണ്ട് വാ. ശരി സാർ. ഒരെണ്ണം കൂടി കിട്ടുമെന്ന് നോക്ക്. വേഗം വേണം. മോളെ മാളൂട്ടി, മോളെ മോളെ അച്ഛനെ വിളിക്കുന്നത്. ഡോക്ടറിന്റെ മോള് മിണ്ടുന്നില്ല. മോളെ എന്റെ മാളൂട്ടി, മോളെ ഇങ്ങോട്ട് നോക്കു മോളെ. വീട് വാങ്ങിപ്പോയതായിരിക്കും. മിസ്സിനെ വേഗം വിളിക്കാം. രാജി 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 നമ്മുടെ മോളെ വിളിക്ക് രാജി. രാജി രാജി മാളൂട്ടിയെ വിളിക്ക് രാജി. മോളെ രാജി രാജി മോളെ വിളിച്ചുണർത്തോ. പ്ലീസ്. മോളെ മോളെ മാളൂട്ടി. ഡോക്ടർ നീ റിലാക്സ് ചെയ്യട്ടെ. ആംബുലൻസിൽ ഇരിക്കോളൂ. സാർ മെഷീൻ രണ്ടെണ്ണം ഉണ്ട്. പക്ഷെ അവർ അയക്കാൻ നോക്കില്ലെന്ന് പറഞ്ഞു. അതെന്താ? മുതലാളി പറയാം അത് അയക്കാൻ പറ്റില്ലെന്ന്. അയാൾ അവിടെ സ്ഥലത്തില്ല സാർ. കൊണ്ടുവരാമെന്ന് ഞാൻ നോക്കട്ടെ. വന്നേ. മുതലാളിയുടെ അനുവാദം ഉണ്ടെങ്കിൽ നിന്റെയൊക്കെ വണ്ടി ഇവിടുന്ന് അനുവല്ലടാ. അങ്ങനെയല്ലേ പാടുള്ളൂ സാർ. ഒരു പിഞ്ചു കുഞ്ഞിന്റെ ജീവന അപകടത്തിൽ അതിനിടയാണുള്ള റാസ്കൽ നിയമം പറയുന്നത്. അത് പിന്നെ നോ, ആദ്യം പറഞ്ഞനുസരിക്ക്. ബാക്കിയാരും ഞാൻ നോക്കണം. എടുക്കണം വണ്ടി. ആ സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റിക്കൊടേ. കയറ്, സൂക്ഷിച്ച്. കുറച്ചുകൂടെ. ആ മതി. റിവേഴ്സ് എടുക്ക. റിവേഴ്സ്. ആ പറ്റേ. അവണ്ടി വരട്ടെ. ഇവിടെ ഒന്ന് മാറി കൊടുത്തേ. പിടിച്ചോ. നോക്കി നിൽക്കാതെ പോയി സഹായിച്ചു കൊടുക്കാൻ. നമ്മുടെ കാൽക്കുലേഷൻ ഉദ്ദേശിച്ച പോലെ വർക്കൗട്ട് ആവുന്നുണ്ടോ? നമ്മൾ ഉദ്ദേശിച്ച പണിയെല്ലാം മുന്നോട്ട് പോകുന്നുണ്ട്. ഒരു മണിക്കൂറിൽ തങ്ങളുടെ വർക്ക് തുടങ്ങും. ഇത് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ മുകളിലേക്ക് പോയിക്കോളൂ. ഡോണ്ട് വറി. എന്താ ഗ്യാസ് ലീക്ക് ആവുന്നുണ്ടല്ലോ. എന്തെങ്കിലും ചെയ്യാതെ പറ്റില്ലല്ലോ. ഓക്സിജൻ കൊടുക്കുന്നുണ്ടോ? വേറെ വ്യവസായം വരുന്നു. അവർക്ക് ഗ്യാസ് ലീക്കാണ്. അതുകൊണ്ട് നമുക്ക് ആ കുഴപ്പത്തിലേക്ക് പോകാം. എന്തെങ്കിലും മാർഗം ഉണ്ടാക്കാവുന്ന. വരും.
സാർ എന്റെ മോള് മോളെ കരഞ്ഞ മോളെ. ഒരു അരമണിക്കൂറിൽ കുഴികളുടെ പണി തീരും. ശരി, അത് തട്ടി ഇളക്കി ഒരാളിറങ്ങാൻ പാകത്തിൽ കുഴി വലുതാക്കണ്ടേ? അതെ, ഉടനെ നമുക്ക് ആളുകൾ ഇറക്കാം. ഓക്കെ, അത് കഴിഞ്ഞാൽ നമുക്ക് ഈ ടണലിന്റെ പണി തുടങ്ങാം. വേവാട്ടെ. ഈ ടണലിൽ മിഷനറി കൂടാതെ നമുക്ക് എടുക്കാൻ പറ്റുമോ? അയ്യോ, പന്ത് വഴിക്ക് പോയല്ലോ. അതെ, രണ്ട് ദിവസത്തേക്ക് ലൈറ്റ് അവിടുത്തെ സംഘടിപ്പിക്കണമല്ലോ. മോളെ, ആ കുട്ടിയുടെ കാര്യം നോക്കി. മോളെ പേടിക്കണ്ടേ? അതെ, നീയും തിരിച്ച് രണ്ട് കൈ അഡ്മിറ്റ് കുഴിയുടെ അടുത്തേക്കിട്. വേഗം ചെല്ല്. മക്കളെ അവിടെ. ഉള്ളാസിലേക്കില്ല. മതി, മതി. കുട്ടി കുഴപ്പമൊന്നുമില്ലല്ലോ. ഇത് മാറി നിൽക്കണോ അവിടെ? ഇത് മാറണോ? ആ, മതി, മതി, നിൽക്കട്ടെ. ഇല്ലേ? സാറ് ഹെഡ്ലൈറ്റ് കൊണ്ട് കുടിക്കകത്തേക്ക് വിളിച്ചു കിട്ടുന്നില്ല. അതെ, ആ ആംബുലൻസിന് ഇവിടെ വെളിച്ചം കൊടുക്കണം. ആ, ഈ കണ്ണ് കുഴിയേ ബാക്കിയുള്ളൂ. ആ മണ്ണൊക്കെ വേണ്ടി മഴയിൽ ഏർപ്പാട് ചെയ്യണം. വേഗം കൊണ്ടുവാ. ഇവിടെ കുട്ടമ്പള്ളി എവിടെയാണ് ഇത്ര നേരം പോലെ? ഒന്ന് കുഴിയുടെ അടുത്ത് വെക്ക്. ആ, മോളെ, മോളെ മാളുട്ടി, മോളെ പേടിക്കണ്ടേ? ഇങ്ങോട്ട് വെക്ക്. ദാ ഇത് പിടിച്ചേ. പെട്ടെന്ന് മാറ്റ്. ഇടപെത്തി തട്ടി നിവർത്തുന്ന കാര്യം നീ ഉടനെ ആരംഭിക്കാമല്ലോ. ഓക്കേ. ആ, ഓണ്ട കാര്യം നോക്ക്. മോളെ, ഞാൻ ചെയ്യാം. Please. ഒന്ന് വേഗം കൊണ്ടുപോടോ. ഇവിടെ വെക്ക്, അവിടെ. ഒരു രണ്ടുപേർ ഇറങ്ങിയേ. ഞാനും കൂടി ഇറങ്ങിയാൽ താഴെ നിൽക്കാൻ പറ്റില്ല കേട്ടോ. എടുക്കുന്ന മണ്ണൊക്കെ ദൂരെ മാറ്റണം. അറിയാം, അറിയാം. വേഗം ആവട്ടെ. നമുക്ക് ബ്ലോക്ക് ചെയ്യാനുള്ള കമ്പി പലയൊക്കെ എടുത്ത് വെച്ചോളൂ. വേഗം ടേപ്പ് പിടിച്ചേ. അതിന്റെ അടി ഉണ്ടോ നോക്കണം. ഇരിക്കുന്ന സ്ഥലത്ത് തന്നെയല്ലേ വളർന്നത്? അതെ. അപ്പൊ നമ്മുടെ ടാർഗറ്റ് ഇവിടെ തന്നെ ആയിരിക്കും. ഈ ലെങ്തിലെ നേരെ ക്രോസ് ആയിട്ട് ടണലെടുത്തോളൂ. അവിടെയാണ് നമുക്ക് ബ്ലോക്ക് ചെയ്യേണ്ടത്. നമ്മുടെ ടാർഗറ്റ് എവിടെയാണ്? ഡോക്ടർ, വാട്ട്സ് ദ പ്രസന്റ് പൊസിഷൻ? കുഴപ്പമൊന്നുമില്ല. അയ്യോ, കുഴിയിലേക്ക് വീണ് വെള്ളം ബ്ലോക്ക് ചെയ്യാൻ ഏർപ്പാട് ചെയ്യണം. വിഷമിക്കണ്ട. കുഴിയിലേക്ക് വെള്ളം വീഴാൻ നോക്കണം. മാറ്റിക്കട്ടെ. വലത്തോട്ട് മാറ്റിപ്പെട്ട് വലത്തോട്ട്. ഞാൻ പോയി കുട്ടിയെ നോക്കിട്ട് വരാം. ആ, വേഗം വരണം. അവിടെ നിന്ന് വെള്ളം ബ്ലോക്ക്. ഡോക്ടർ, ഡോക്ടർ, നമുക്ക് പ്രധാനമായിട്ടും കുഴിയിലേക്ക് മഴവെള്ളം ഒലിച്ചിറങ്ങാൻ നോക്കണം. ഓക്സിജൻ നമുക്ക് നേരത്തെ തീർന്നെടുപ്പിക്കാനുള്ള ഘടിപ്പിച്ചു കഴിഞ്ഞോ? പ്ലീസ് ഡോക്ടർ, കുട്ടിയെ വിട്ട് എങ്ങോട്ട് പോകരുത്.
മാളൂട്ടി ഉണ്ണി മോളെ മാളുട്ടി ഇങ്ങോട്ട് നോക്ക്